CSS ഫോണ്ട്സിൽ നമ്മൾ പഠിക്കുന്നത് ഫോണ്ട്സുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. ഉദാഹരണമായി ഇതിൽ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് വെബ് സേഫ് ഫോണ്ടിനെ കുറിച്ചാണ്. വെബ് സേഫ് ഫോണ്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലോ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഫോണ്ടുകളെയാണ് നമ്മൾ വെബ് സേഫ് ഫോണ്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരം ഫോണ്ടുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടായിരിക്കും. ഇത്തരം ഫോണ്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എറേഴ്സ് വരാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഉദാഹരണമായി നമ്മുടെ ടൈംസ് ന്യൂ റോമൻ അതുപോലെ ഏരിയൽ തുടങ്ങിയ ഫോണ്ട്സ് എല്ലാം വെബ് സേഫ് ഫോണ്ട്സുകളാണ്. ഇത് ഒരുവിധം എല്ലാ ഡിവൈസുകളിലും നമ്മുടെ ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയാലും അതുപോലെ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയാലും ഇത്തരം എല്ലാ ഡിവൈസുകളിലും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു ഫോണ്ടായിരിക്കും ഇത്തരം വെബ് സേഫ് ഫോണ്ട്സ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ CSS നമ്മുടെ ഹെഡിങ്ങും അതുപോലെ നമ്മുടെ ഈ പാരഗ്രാഫ് നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായി ഈ H1 എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. ഇതിലാദ്യമായി നമ്മൾ ചെയ്യുന്നത് ഫോണ്ട് ഫാമിലി എന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഫോണ്ട് ഫാമിലിയിൽ ഞാൻ ഈ ഒരു ഏരിയൽ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു ഏരിയൽ ഫോണ്ടിൻ്റെ ഒരു സ്റ്റൈൽ നമുക്കിവിടെ ലഭിക്കുന്നു. ഇതാണ് ഫോണ്ട് ഫാമിലി എന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ ഒന്നിൽ കൂടുതൽ ഏരിയൽ അതുപോലെ ഹെൽവർട്ടിക്ക അതുപോലെ സാൻസ് സെരിഫ് തുടങ്ങി ഒന്നിൽ കൂടുതൽ ഫോണ്ട്സ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് കാരണം നമ്മൾ ഈ ഒരു ഫോണ്ട് നമുക്ക് ലഭ്യമായില്ലെങ്കിൽ അടുത്ത ഫോണ്ട് ഉപയോഗിക്കുന്നു, അടുത്ത ഫോണ്ട് ലഭ്യമായില്ലെങ്കിൽ അടുത്ത ഫോണ്ട് ഉപയോഗിക്കുന്നു. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ഫോണ്ട്സ് ഇതുപോലെ കൊടുക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഡിവൈസിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഫോണ്ട്സുകളെയാണ് നമ്മൾ വെബ് സേഫ് ഫോണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ പാരഗ്രാഫിനും ഇതുപോലെ ഒരു ഫോണ്ട് സ്റ്റൈൽ കൊടുക്കാം. ഞാനിവിടെ P എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഫോണ്ട് ഫാമിലി എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഫോണ്ടുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ ഈ ഒരു വർധാന എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റൈൽ എൻ്റെ പാരഗ്രാഫിന് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഫോണ്ടുകൾ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു ഫോണ്ട്സാണ് ഗൂഗിൾ ഫോണ്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നേരിട്ട് ലിങ്ക് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഗൂഗിൾ ഫോണ്ട്സ്. അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഗൂഗിൾ ഫോണ്ട്സ് എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ ഫോണ്ട്സ് ഇതിൽ നമുക്ക് ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ട്സുകൾ ലഭിക്കുന്നതാണ്. ഇതിൽ ഗൂഗിൾ ഫോണ്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോണ്ട്സ് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപാട് ഫോണ്ട്സ് നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട്സ് ഇതിൽ ഉപയോഗിക്കും. ഞാനിവിടെ ഈ റോബോട്ടോ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സെലക്ട് ദിസ് സ്റ്റൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഒരു ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലിങ്ക് ലഭിക്കും. ഈ ഒരു ലിങ്ക് എലമെൻറ്റ് കോഡ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ആദ്യമായി ഞാൻ ചെയ്യേണ്ടത് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം നമ്മുടെ HTML വന്നതിന് ശേഷം HTML ഡോക്യുമെൻറ്റിൽ വന്നതിന് ശേഷം നമ്മുടെ CSS ലിങ്കിന് താഴെ ഇത് പേസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ ഒരു ഫോണ്ട് നമുക്ക് നമ്മുടെ HTML ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ സേവ് ചെയ്യുന്നു. ശേഷം ഞാൻ style.csൽ വരുന്നു. അതിനുശേഷം നമുക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്മൾ സാധാരണ കൊടുത്ത പോലെ ഫോണ്ട് ഫാമിലി എന്ന പ്രോപ്പർട്ടി കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ ഫോണ്ട് ഫാമിലി സെലക്ട് ചെയ്യുന്നു. ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. തൽക്കാലം ഈ ഒരു കോഡ് കോപ്പി ചെയ്യുന്നു. ശേഷം ഞാനിവിടെ ആദ്യമായി H1 സെലക്ട് ചെയ്യുന്നു. H1 സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റോബോട്ടോ എന്ന് പറയുന്ന ഫോണ്ട് നമുക്ക് ഇതിന് ലഭിക്കുന്നു. നമ്മുടെ ഈ H1ന് ലഭിക്കുന്നു. അതുപോലെ നമുക്കിത് പാരഗ്രാഫിനും ഇതുപോലെ നമുക്ക് ഫോണ്ട് കൊടുത്ത് നോക്കാം. പാരഗ്രാഫിന് നമ്മൾ ഫോണ്ട് ഫാമിലി റോബോട്ടോ എന്നതുപോലെ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ട് സ്റ്റൈൽ നമുക്ക് ഈ നമ്മുടെ പാരഗ്രാഫിനും ഇതുപോലെ ലഭിക്കുന്നു. അതുപോലെ എനിക്ക് മറ്റൊരു ഗൂഗിൾ ഫോണ്ട് എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ വീണ്ടും ഗൂഗിൾ ഫോണ്ടിൽ വന്നതിന് ശേഷം മറ്റൊരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഉദാഹരണമായി ഞാൻ ഈ ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ സെലക്ട് ദിസ് സ്റ്റൈൽ. അപ്പോൾ നമുക്ക് ഈ പുതിയ ഒരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഈ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മുടെ പഴയ ലിങ്ക് റീപ്ലേസ് ചെയ്യുന്നു. ഞാൻ index.html വന്നതിന് ശേഷം ഇത്രയും ഭാഗം ഞാൻ റീപ്ലേസ് ചെയ്യുന്നു പുതിയ ലിങ്കുമായി. ഞാൻ അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് style.csൽ വന്നതിന് ശേഷം നമുക്കിപ്പോൾ ഫോണ്ട് ഫാമിലി റോബോട്ടോ സാൻസ് സെരിഫ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫോണ്ട് ഫാമിലി ട്രെയിൻ 1 എന്ന് പറയുന്ന പുതിയത് നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്തത്. ഞാൻ ട്രെയിൻ 1 എന്ന് പറയുന്നത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഞാൻ CSL വന്നതിന് ശേഷം പാരഗ്രാഫിന് ഹെഡിങ്ങിന് ഞാൻ ആ ഒരു ഫോണ്ട് സ്റ്റൈൽ കൊടുക്കുന്നു. ഞാൻ ഫോണ്ട് ഫാമിലി ട്രെയിൻ 1 എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫോണ്ട് സ്റ്റൈൽ ഇവിടെ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഗൂഗിൾ ഫോണ്ട്സ് നമുക്കിതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് നമുക്ക്
ഗൂഗിൾ ഫോൺസ് എന്നതിൽ fonts.google എന്ന് പറയുന്ന സൈറ്റിൽ പോയതിനു ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്ത് അതിൻ്റെ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ ഫോൺസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി നോക്കാം. സോ പിന്നെ വരുന്നത് ഫോണ്ട് സൈസാണ്. ഫോണ്ട് സൈസ് നമ്മളിവിടെ ഒരു 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഫോണ്ട് സൈസ് 10 പിക്സലുള്ള ഒരു ഫോണ്ട് സൈസ് ലഭിക്കുന്നു. അതുപോലെ നമുക്കൊരു 30 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് സൈസ് ഇതുപോലെ വലിയതാക്കാൻ സാധിക്കും. സോ നമ്മളെല്ലാം ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് പാരഗ്രാഫിനാണ്. അതുപോലെ 20 കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ഫോണ്ട് സൈസ് നമുക്ക് ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ഫോണ്ട് സൈസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫോണ്ട് വെയ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇതുപോലെ നമ്പേഴ്സ് ഉപയോഗിക്കാം. സോ 900 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ബോൾഡായിട്ടുള്ള ഫോണ്ട് എനിക്ക് ലഭിക്കുന്നു. അതുപോലെ ഇവിടെ ബോൾഡർ എന്നെല്ലാം ഉണ്ടായിരിക്കും. സോ ഞാൻ ലൈറ്റർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ നമുക്ക് ലഭിക്കുന്നു, ഒരു ഫോണ്ട് വെയ്റ്റ് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ നമ്മൾ ബോൾഡ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ ബോൾഡ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബോൾഡായിട്ടുള്ള ഒരു സ്റ്റൈൽ ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ഫോണ്ട് വെയ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതുപോലെ പിന്നെ വരുന്നതാണ് ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ ഫോണ്ട് സ്റ്റൈലിൽ നമുക്ക് ഇറ്റാലിക്, നോർമൽ തുടങ്ങിയ എല്ലാം ഉണ്ടായിരിക്കും. സോ ഞാനിവിടെ ഇറ്റാലിക് എന്നത് സെലക്ട് ചെയ്യുന്നു. സോ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ടെക്സ്റ്റ് ഇറ്റാലിക് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നു. സോ നമുക്ക് നോർമൽ വേണമെങ്കിൽ ഒന്നുകിൽ ഇത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോർമൽ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ടെക്സ്റ്റ് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഫോണ്ടുമായി ബന്ധപ്പെട്ട ഫോണ്ട് ഫാമിലി, ഫോണ്ട് സൈസ്, ഫോണ്ട് വെയ്റ്റ്, അതുപോലെ ഫോണ്ട് സ്റ്റൈൽ തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എല്ലാം ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇപ്പോൾ നമ്മളെല്ലാം ചെയ്തത് ഈ ഗൂഗിൾ ഫോണ്ട് ചെയ്ത് അതൊരു CDN ആയിരുന്നു, കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. അതായത് നമ്മൾ ഇൻ്റർനെറ്റ് ആയിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് വെബ്സൈറ്റ് ഫോണ്ട് ആയിരുന്നു. ഇനി നമുക്ക് വെബ് ഫോണ്ട്, അതായത് നമുക്ക് ലോക്കലി സ്റ്റോർ ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ സ്റ്റോർ ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയതിന് ശേഷം ജസ്റ്റ് ഡൗൺലോഡ് വെബ് ഫോണ്ട് എന്ന് സെർച്ച് ചെയ്യുക. സോ ഒരുപാട് വെബ്സൈറ്റുകൾ ലഭ്യമായിരിക്കും. സോ ഞാൻ ഗൂഗിൾ ഫോൺസിൽ എന്ന് പറയുന്ന fonts.google ക്ലിക്ക് ചെയ്യുന്നു. ഏത് വെബ്സൈറ്റിൽ നിന്ന് വേണം നമുക്ക് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാം. സോ ഞാൻ താഴെ വന്നതിന് ശേഷം ഞാൻ ഈ ആൻറ്റോൺ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് ഞാനിവിടെ ഡൗൺലോഡ് ഫാമിലി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമ്മുടെ ഡൗൺലോഡ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നു. ഒരിക്കൽ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ശേഷം നമ്മളത് എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണ്ട് ഇവിടെ ലഭിക്കും. ട്രൂ ടൈപ്പ് ഫോണ്ടാണത്. സോ ഞാൻ ആ ഫോണ്ട് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. പ്രൊജക്റ്റ് ഫോൾഡറിൽ വന്നതിന് ശേഷം ഞാനിവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിന് ഞാൻ ഫോൺട്സ് എന്ന് പേര് കൊടുക്കുന്നു. സോ നമ്മൾ ഈ ഒരു ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ റിവീൽ ഇൻ എക്സ്പ്ലോറർ, ഫയൽ എക്സ്പ്ലോറർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമ്മുടെ ഫോണ്ട് എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കും. സോ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു ഫോണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ഫോണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു H1 എലമെൻറ്റിന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഫോണ്ട് ഫേസ് എന്ന് കൊടുക്കുക. ഫോണ്ട് ഫേസ് എന്ന് കൊടുത്ത ശേഷം അതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഇവിടെയാണ് നമ്മൾ നമ്മുടെ കസ്റ്റം ഫോണ്ടിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഫോണ്ട് ഫാമിലി എന്നതിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ കൊടുക്കാം. ഏതൊരു പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആൻറ്റോൺ എന്ന് പറയുന്ന ആൻറ്റോൺ റെഗുലർ എന്ന് പറയുന്ന ആ ഫോണ്ട് ആയതുകൊണ്ട് അതിൻ്റെ പേര് തന്നെ തൽക്കാലം ഇവിടെ കൊടുക്കും. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഏതൊരു പേരും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കാം. സോ ഞാനിവിടെ ആൻറ്റോൺ എന്ന് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം താഴെ വന്നതിന് ശേഷം നമ്മൾ ഏത് ഫോണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ഇപ്പോഴും നമ്മൾ ഒരു ഫോണ്ട് ഫാമിലിയുടെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അതുമായി നമ്മൾ ലിങ്ക് ചെയ്തിട്ടില്ല. സോ നമുക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ SRC എന്ന് പറയുന്ന ഈ ഒരു ആട്രിബ്യൂട്ടിൽ നമ്മൾ URL കൊടുക്കുക. URL എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുക. അതിനുള്ളിൽ നമ്മൾ ഇതുപോലെ // കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫോൾഡേഴ്സും ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതിൽ നമുക്ക് ഈ ഫോൺസ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മുടെ ആൻറ്റോൺ റെഗുലർ എന്ന് പറയുന്ന ഈ TTF ഫോണ്ട് ഇവിടെ കാണാൻ കഴിയും. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആൻറ്റോൺ എന്ന് പറയുന്ന ഒരു കസ്റ്റം ഫോണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ CSSൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാനിവിടെ H1 എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ ഫോണ്ട് ഫാമിലി ജസ്റ്റ് ഞാൻ ഈ ഒരു പേര് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോണ്ട് ആൻറ്റോൺ എന്ന് പറയുന്ന ഫോണ്ട് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഫോണ്ട് നമ്മൾ ഗൂഗിൾ ഫോണ്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോണ്ടാണ് ആൻറ്റോൺ എന്ന് പറയുന്ന ഫോണ്ട്. സോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ നമ്മൾ ലോക്കലായിട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. സോ നമുക്ക് ആൻറ്റോൺ എന്ന് പറയുന്ന ആ ഫോണ്ട് ഇവിടെ ലഭ്യമായി. ഇനി ഉദാഹരണമായി ഞാനിവിടെ സാമ്പിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാലും
എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രവർത്തിക്കില്ല. സോ നമുക്കിവിടെ ചെയ്യേണ്ടത് ഇവിടെയും വന്ന് നമ്മൾ സാമ്പിൾ എന്ന് കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ്ട് നമുക്കിവിടെ ആ ഒരു ഫോണിൻ്റെ സ്റ്റൈൽ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഫോണ്ട് ഫാമിലി എന്നതിൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റം നെയിംസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഫോണ്ടുമായി സാമ്യമുള്ള പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും. സോ നമുക്കിവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ ഞാൻ പാരഗ്രാഫിനാണ് അത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ പി എന്ന് കൊടുത്ത ശേഷം ഫോണ്ട് ഫാമിലി. സോ ഞാനിവിടെ സാമ്പിൾ എന്ന് കൊടുക്കുന്നു. സാമ്പിൾ സേവ് ചെയ്യുന്നു. നമ്മുടെ പാരഗ്രാഫിനും ആ ഒരു ഫോണ്ട് സ്റ്റൈൽ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് കസ്റ്റം ഫോണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ആ ഫോണ്ട് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ സേവ് ചെയ്ത് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.